സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി 24-ന്റെ അവതാരകൻ തത്സമയം ചേരുകയാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ആരിഫിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ട ഭൂമികളൊന്നായി ആലപ്പുഴ മാറുന്നുണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ വരവോടുകൂടിയൊക്കെ അവിടെ പോരാട്ടം അങ്ങനെ കടുക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും നമുക്കിപ്പം ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി നിലവിലെ MP ശ്രീ എം ആരിഫ് കുടിച്ചിരുന്നു. ശ്രീ എം ആരിഫ്, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരുപാട് നാളുണ്ട്, പ്രചരണം കുറേ അധികം നാൾ നീണ്ടുപോകേണ്ടതുണ്ട്, ഇപ്പോഴുള്ളൊരു പിക്ചർ എന്താണ്? അല്ല, LDFന് മേൽക്കൈ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഒരു സംശയവും എനിക്കില്ല. നല്ല പുരുഷ ജയിക്കും. കെ.സി. വേണുഗോപാലിൻ്റെ വരവ് ഏതെങ്കിലും തരത്തിൽ ചിത്രം മാറ്റിയിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞ തവണ തന്നെ എന്നെ യഥാർത്ഥത്തിൽ നിശ്ചയിച്ചത് കെ.സി. വേണുഗോപാൽ എന്ന സിറ്റിംഗ് MP യോട് മത്സരിക്കാനാണ്. അദ്ദേഹം ഭാരിച്ച ഉത്തരവാദിത്തം ഡൽഹിയിലുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പാർട്ടി മത്സരിപ്പിക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് പുള്ളി സംഘടനാ സെക്രട്ടറി ആയത്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ കോർഡിനേറ്ററോ മറ്റു ചുമതലകളൊക്കെ വന്നത്. അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ആ ചുമതലകളെല്ലാം അവിടെ നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുന്നത്, ഞാൻ എപ്പോഴും എനിക്ക് കൺവെൻഷനിൽ വരാൻ പോലും എനിക്ക് സമയമില്ല, നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, നിങ്ങളൊക്കെ സ്ഥാനാർത്ഥികളായി കണക്കാക്കി വരണം. ഞാൻ കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇവിടെ ലൈവായിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റ് സമ്മേളനം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും ഇവിടുത്തെ ഏത് ചെറിയതാവട്ടെ വലുതാവട്ടെ, വെള്ളപ്പൊക്കമാവട്ടെ, കൊറോണയാവട്ടെ, കോവിഡാവട്ടെ, എന്തുമാവട്ടെ ഇവിടെ ഉണ്ട് ലൈവായി. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളത് മനസ്സിലാക്കുമല്ലോ. മനസ്സിലാക്കിയല്ലേ വോട്ട് രേഖപ്പെടുത്തുക. ശോഭാ സുരേന്ദ്രനും അങ്ങനെ അപ്രതീക്ഷിതമാവുന്നൊരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പം BJPയുടെ ഒരു പ്രചരണ മേഖലയിൽ കാര്യമായൊരു ഉണർവ് കാണുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ സ്ഥാനാർത്ഥി നൽകി? അല്ല, അതാണ് ഈ നമ്മൾ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ എല്ലാവരും കാണുന്ന ഒരു വലിയ ഒരു ട്വിസ്റ്റിനകത്തുള്ളത്, ബഹുമാനായ ശ്രീ കെ.സി. വേണുഗോപാൽ ഇനിയും 2.5 വർഷം ജൂൺ 26 വരെ അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ തുടരാൻ അവസാന MP അദ്ദേഹത്തിന് തുടരുന്നതിന് ഒരു പ്രശ്നവും MP അദ്ദേഹത്തിന് തുടരുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഇവിടെ മത്സരിക്കാൻ വരേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന് ശോഭാ സുരേന്ദ്രൻ വളരെ സീരിയസ് ആയ ചില അലിഗേഷൻസ് ഉയർത്തിയിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. അത് ഹോം മിനിസ്റ്റർക്ക് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് വിനിയോഗിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർ ഒരു പരാതി കൊടുത്തിട്ട് അതിന്മേലൊരു ഇനീഷ്യേറ്റീവ് പോലും ഹോം മിനിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഒരു പ്രഷർ മൂലമാണ് ഇദ്ദേഹം ഇവിടെ മത്സരിക്കുന്നതെന്ന് വ്യക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അങ്ങനെ വന്നാൽ 2.5 കൊല്ലക്കാലം അത് BJP സംബന്ധിച്ചോളം നിർണായകമാണ്. കാര്യം അവരെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന സംവിധാനമല്ല, ഭരണഘടന അടക്കം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആന്തരികമായെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ചില മീഡിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 750 പേജുള്ള ഭരണഘടന തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കയ്യിൽ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം വേണമെങ്കിൽ. അപ്പോൾ അത്രയും വലിയ ഡീറ്റെയിൽസിലേക്ക് അവർ പോകുമ്പോൾ രാജ്യസഭ നിർണായകമാണ്. 4 സീറ്റിൻ്റെ കുറവാണ് അവർക്കുള്ളത്. ഒരു സീറ്റ് അവിടെ നിന്ന് കിട്ടിയാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമാകും. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് വന്നത്. അപ്പോൾ ആ ലക്ഷ്യം മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഒക്കെ ആലപ്പുഴക്കാർക്കുണ്ട്. കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും യേശാത്ത മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രനെ ബലിയാടാക്കി വോട്ട് മറിക്കൽ എന്നുള്ള നേർക്കുനേർ ആരോപണം ഉന്നയിക്കുകയാണോ ശ്രീ എം ആരിഫ്? അല്ല, അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ നമുക്ക് സംശയിക്കാവുന്നതാണ് സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് ഇത് സ്വാഭാവികമായും ഈ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോൾ അതിലേക്ക് മാറുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒരുപാട് പേർ ഇത് ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും തിരക്കിൻ്റെ ദിവസങ്ങളാണ്, ചൂടുകാലമാണ്. ചൂട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ചൂടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ചൂടായി. ചൂടിങ്ങനെ ഇലക്ഷൻ കാലങ്ങളിൽ അല്ലാത്തപ്പോഴും നമ്മൾ ചൂടിനെ അഭിമുഖീകരിച്ച് പോകുന്ന ഒരാളാണ്. എല്ലാ ആശംസകളും ശ്രീ എം ആരിഫ്. അപ്പോൾ ചൂട് മാത്രമല്ല, അപ്പോൾ കാലാവസ്ഥയുടെ ചൂട് മാത്രമല്ല വേണു, ഇവിടെ ഇലക്ഷൻ്റെ നല്ല ചൂടുകാലമാണ്. അങ്ങനെ ചൂടൻ പ്രചരണം ആലപ്പുഴയിൽ അലതല്ലുന്ന, ഇപ്പോഴും ഒരു വെള്ളപ്പാടകലെ ആര് എന്നുള്ള കൃത്യമായ പ്രൊഡിക്ഷനിലേക്ക് എത്താൻ കഴിയുമെന്ന് സംശയമാണ്. എന്തായാലും ആലപ്പുഴ അതിൻ്റെ ജനവിധിയിലേക്ക് വളരെ ആവേശത്തോടു കൂടി അടുക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പല മേഖലകളിൽ പോയി എന്തൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ ട്രെൻഡ് എന്നറിയാൻ ശ്രമിക്കുകയാണ്.